നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. ഒരിക്കലുമല്ല. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസ്ഥാനത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. രാവിലെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇന്ന് വൈകുന്നേരം ഒരു ഇലക്ഷനാണ്. നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന ഒരു പ്രക്രിയയാണിത്. നമ്മൾ ചെയ്യണം. ഇതുപോലെ തന്നെ ഇതിനേക്കാളും വലിയ ഒരു ഇലക്ഷനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അത് ലോകത്തിൻ്റെതല്ല, ലോക മനുഷ്യൻ ചെയ്യുന്നതുമല്ല, ലോകത്തിന് ചെയ്യാൻ പറ്റത്തുമില്ല. കാരണം ഇത് ലോകം ചെയ്യുന്നതല്ല, ദൈവം ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്ന ലോകത്തിനകത്തുള്ള ഈ 700 കോടിയിലധികം വരുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാവരെയും അല്ല, ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് കർത്താവ് തനിക്ക് വേണ്ടപ്പെട്ടവരെ, താൻ മുൻ നിശ്ചയിച്ചവരെ വേർതിരിച്ചെടുക്കുന്ന ഒരു ഇലക്ഷൻ പ്രോസസ്സുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാണ് എന്നെ കേൾക്കുന്നത് നിങ്ങളെല്ലാവരും. ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്നത് ആകസ്മികമായി കേൾക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഈ റീല് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ദൈവത്തിൻ്റെ വ്യക്തമായ പദ്ധതി പ്രകാരം ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് ചില പ്രവർത്തികൾ ചെയ്യുവാനുള്ളത് കൊണ്ടാണ്. ദൈവ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടാൻ പോകുന്നു. അതിനുവേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നിങ്ങളെ ചൂസ് ചെയ്തതാണ്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ, ദൈവം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ലോകത്തിന് ആ വ്യക്തിയെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ സഹകരിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നമ്മളെ തള്ളിപ്പറയുന്നത്, ഒറ്റപ്പെടുത്തുന്നത്. അവരെല്ലാവരും നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നതും. നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. ഒരിക്കലുമല്ല. അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ ലോകത്തിൻ്റെ അല്ലാത്തതുകൊണ്ടാണ്. ആമേൻ. റിജക്ഷൻസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ, ഒരു അക്സെപ്റ്റൻസി സ്വർഗത്തിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞു. സ്വർഗം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ബോധ്യം നിങ്ങളുടെ മനസ്സിനകത്തിരിക്കട്ടെ. നിങ്ങളാരും വേണ്ടാത്തവരല്ല, നിങ്ങളാരും തള്ളിപ്പറയപ്പെട്ടവരല്ല, നിങ്ങളാർക്കും തള്ളിപ്പറയാൻ പറ്റത്തുമില്ല. കാരണം വേറൊന്നുമല്ല, കർത്താവ് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മുദ്ര നിങ്ങളുടെ മേൽ വീണ് കഴിഞ്ഞു. ഈ ബോധ്യം നിങ്ങളുടെ ഉള്ളിലിരിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.